ഹലോ ഡിയേഴ്സ്, കോൺസ്റ്റബിൾ മഞ്ജുവിൻ്റെ കിടുക്കാച്ചി എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗിരി മഞ്ജുവിന് മിഞ്ചി വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണല്ലേ. ഭാനുമതി അമ്മയുടെയും അതേപോലെ കുഞ്ഞാറ്റയുടെയും കണ്ണ് വെട്ടിച്ചത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ഭാനുമതിയും അതേപോലെ കുഞ്ഞാറ്റയും പിടികൂടുകയാണ്. കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ തൊണ്ടവേദന അല്ലേ. എന്നിട്ട് ഇഞ്ചി തപ്പുമ്പോൾ ഭാഗ്യത്തിന് ഇഞ്ചി മാത്രമേ വരുള്ളൂ. അത് കഴിഞ്ഞ് കുഞ്ഞാറ്റ അതിനെ അടുക്കളയിൽ കൊണ്ടുപോയി വയ്ക്കുകയും ചെയ്യും. ഭാനുമതി അമ്മ കിടക്കാനും പോകും. നമ്മുടെ ഗിരിയാണെങ്കിൽ അയ്യോ അത് കിട്ടിയില്ല അല്ലേ, എങ്ങനെ മഞ്ജുവിൻ്റെ മുഖത്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് സ്റ്റെയർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തി റൂം എത്തില്ല. പിന്നെയും താഴോട്ട് ഇറങ്ങി വരും. വന്ന് നോക്കുമ്പോൾ അടുക്കളയിൽ ആ ഒരു സെഞ്ചി ഇരിക്കുന്നത് കാണും. ഓ ഭാഗ്യം, ഒന്ന് വേഗം പോയി നോക്കട്ടെ, അതിൽ മിഞ്ചി ഉണ്ടോ എന്താ അവസ്ഥ എന്നുള്ളത് പറഞ്ഞ് ഓടിപ്പോയി നോക്കുമ്പോൾ അതിൽ മിഞ്ചി ഉണ്ടാവും. സന്തോഷത്തോടെ അതെടുത്ത് പോക്കറ്റിലിടും. അങ്ങനെ പിന്നെ റൂമിലോട്ട് പോവുകയാണ്. ആരും കാണാത്തത് എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ പറഞ്ഞ് റൂമിലോട്ട് പോകുമ്പോൾ മഞ്ജു ആണെങ്കിൽ നല്ല സുന്ദരിയായി റെഡ് കളർ സാരിയെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ടിരിക്കുകയാണ്, നമ്മുടെ ഗിരിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വരികയാണ്. വന്നു കഴിഞ്ഞിട്ട് ഗിരിയേട്ടാ എന്തായി, ഞാൻ പറഞ്ഞ സാധനം കിട്ടിയോ, മിഞ്ചി കിട്ടിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കിട്ടിയല്ലോ, ഞാൻ വിചാരിച്ചു ഗിരിയേട്ട എനിക്ക് അറിയില്ല എന്ന്, നീ എന്താ എൻ്റെ പൊട്ടനാക്കുക, എനിക്കെന്താ ഒന്നും അറിയാത്ത ആളാണെന്ന് നീ വിചാരിച്ചോ എന്നെല്ലാം പറയണം. അല്ല ഗിരിയേട്ടൻ ഇങ്ങനത്തെയൊന്നും കണ്ടിട്ടില്ലല്ലോ കേട്ടിട്ടില്ലല്ലോ, അത് കാരണം ഞാൻ സംശയിച്ചു എന്ന് പറയണം. അതെടുത്ത് എന്നിട്ട് ഗിരി മഞ്ജുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പം മഞ്ജു എന്താ ചെയ്യുക, അത് കയ്യിൽ മേടിക്കില്ല, കാലെടുത്ത് നേരെ ബെഡിൻ്റെ മേലെ വെക്കണം. അത് കണ്ടിട്ട് പറയും ഗിരിയേട്ടാ എൻ്റെ വിരലിൽ ആ മോതിരം ഇട്ട് തരണം എന്ന് പറയണം. അപ്പോൾ ഗിരി പറയും നിൻ്റെ കാലിൽ ഞാനിത് ഇട്ട് തരാനോ, ഒരിക്കലും അത് സംഭവിക്കില്ല, കയ്യിലാണെങ്കിൽ പറഞ്ഞാൽ കൂടെ കുഴപ്പമില്ല, ഞാൻ നിൻ്റെ കാലിൽ ഇട്ട് തരാൻ വേണ്ടിയിട്ടാണ് നീ ഇതെന്നെ കൊണ്ട് മേടിച്ചിട്ട് വരാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് മഞ്ജുവിനോട് നല്ല ചൂടാവുകയാണ്. അപ്പം മഞ്ജു അയ്യോ എനിക്ക് ഗിരിയേട്ടൻ്റെ ഇഞ്ചിയും വേണ്ട എന്താണ് അതേപോലെ മഞ്ജിയും വേണ്ട എന്ന് പറഞ്ഞ് ഇഞ്ചി കണിച്ച അണ്ണാൻ പറയില്ലേ, അതേപോലെ ഇഞ്ചി കണിച്ച മഞ്ജുവിനെ പോലെ മഞ്ജു സങ്കടം കൊണ്ട് ഒരേ കരച്ചിൽ അങ്ങനെ ബെഡിൽ പോയി കിടക്കും. കിടന്ന് ഒരേ കരച്ചിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഗിരി വിചാരിക്കും അയ്യോ അവൾ ഞാനിത് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇത് ഇട്ട് കൊടുക്കണം പറഞ്ഞിട്ടല്ലേ കാല് മേലെ വെച്ചത്, പിന്നെ ഭർത്താവിൻ്റെ സന്തോഷത്തിനും സമാധാനത്തിനും ആയുസിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഇടുന്നത് നമ്മൾ പറയുകയും ചെയ്തു, ഞാനിങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു, ഞാൻ അവളുടെ ഭർത്താവല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ ഗിരി എന്ത് ചെയ്യും, ആ മോതിരം എടുത്ത് മഞ്ജുവിൻ്റെ കാലിൽ അണിഞ്ഞു കൊടുക്കും. അപ്പം നമ്മുടെ മഞ്ജുവിന് നല്ല സന്തോഷമാവും കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം വരുന്നത് നമ്മുടെ വക്കീൽ മുകുന്ദനെയാണ് കാണിക്കുന്നത്. മുകുന്ദനും ഗൗരി അമ്മയും അവരിങ്ങനെ സംസാരിക്കുകയാണ്. അയ്യോ ഇനി എങ്ങാനും ഞാൻ ഭാനുമതിയല്ല നമ്മുടെ മുകുന്ദൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ആരാണ് മഞ്ജുവിൻ്റെ അനിയത്തിനെ. അപ്പോൾ അവളെങ്ങാനും ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അറിഞ്ഞത് നന്നായി, എന്നാൽ എന്തായിരിക്കും ഈ മിഞ്ചി എന്നെല്ലാം പറഞ്ഞ് ഡൗട്ട് അടിച്ച് മുകുന്ദൻ ഇരിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിൽ ഗൗരിയമ്മ പറയാണ് ഞാൻ അപ്പോഴേ വിചാരിച്ചു ആർക്കാണ് മിഞ്ചി എന്ന് ചോദിച്ചപ്പോൾ ഭാനുമതി അമ്മയ്ക്കാണെന്ന് അവൻ പറഞ്ഞു. അപ്പോഴേ ഞാൻ വിചാരിച്ചത് മഞ്ജുവിന് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം. ഇങ്ങനെ അവൻ പറയാൻ പറ്റുമോ, അവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞ് തമാശയ്ക്ക് ചിരിച്ചുകൊണ്ടിരിക്കണം. എന്നിട്ട് മുകുന്ദൻ്റെ അടുത്ത് പറയും എടാ മോനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞാൽ നിൻ്റെ അടുത്തും ചോദിക്കും, അപ്പം നീ ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് വേണം ഒരു കുട്ടീനെ കല്യാണം കഴിക്കില്ല, അത് പേപ്പറിലുള്ളത് മാത്രം തലയിൽ കയറ്റിയിട്ട് ഒരു കാര്യമില്ല, ഇങ്ങനെ ലോക വിവരം കൂടെ വേണം, ഇങ്ങനെ നാട്ടു നടപ്പ് കാര്യങ്ങളെല്ലാം നീ അറിഞ്ഞിരിക്കണം എന്ന് പറയണം. സ്വപ്നയാണെങ്കിലോ അവൻക്ക് പെപ്പർ സ്പ്രേ അടിച്ചു കൊടുത്തിരിക്കുകയാണല്ലേ. അപ്പോൾ അവിടെ ചാച്ചു വരുന്നുണ്ട്. ചാച്ചുവിൻ്റെ അടുത്ത് പറയുമ്പോൾ ചാച്ചു പറയും എടാ നിന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അറിഞ്ഞുകൊണ്ട് പെപ്പർ സ്പ്രേ തന്നത്, നീ എങ്ങാനും അവളെ ഉപദ്രവിച്ചാലോ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള എപ്പിസോഡാണ് ഇന്ന്. എന്താണെങ്കിലും നമ്മുടെ മഞ്ജുവും അതേപോലെ ഗിരിയും സന്തോഷത്തിലാണ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിനായി വെയിറ്റ് ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.